കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം. ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. പാലായുടെ തെരുവിലൂടെ അലയുന്ന മനസ്സിൻ്റെ സമനില തെറ്റിയവർക്ക് ഇന്ന് ഒരു സ്ഥാപനമുണ്ട്. മരിയ സദനം. ഒരു കുടുംബത്തിൻ്റെ തണലോടെ, കരുതലോടെ ഇവർക്ക് കാവലായി സന്തോഷ് ജോസഫ് എന്ന ഇദ്ദേഹവും കൂടെയുണ്ട്. പാലാ നിവാസികൾക്ക് ഇയാൾ മരിയ സദനം സന്തോഷാണ്. മാനസിക രോഗികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി ക്രിയാത്മകമായ പദ്ധതികളാണ് ഇദ്ദേഹം ഇവിടെ ആവിഷ്കരിച്ചത്. ഇവർക്കായി ആരംഭിച്ച മരിയ സദനം കലാസമിതി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നു. മരിയ സദനം എന്ന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് തന്നെ നയിച്ച വഴികളും ജീവിതത്തിലെ മറക്കാത്ത നിരവധി ഓർമ്മകളും ഇവിടെ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ വല്യമ്മച്ചി, വല്യപ്പന്, അച്ചാച്ചൻ, അമ്മച്ചി, സഹോദരങ്ങൾ. അപ്പം അങ്ങനെയുള്ളൊരു വലിയ കുടുംബമാണ്. ഈ കുടുംബനാഥന് എൻ്റെ ഫാദർ ജോസ് എന്നാണ് അച്ചാച്ചൻ്റെ പേര്. പുള്ളി നല്ലൊരു അധ്വാനശീലനായിരുന്നു. ഒരൊറ്റ ആളുടെ പ്രയത്നം കൊണ്ടാണ് ഈ കുടുംബം മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. വേറെ വരുമാനത്തിന് സ്ഥലമോ ഒന്നുമില്ല. റബ്ബർ കച്ചവടമാണ്. അതിൽ വീട്ടിലും ചെറിയ കടയും ഒക്കെ ഉണ്ടായിരുന്നു. അതാ വല്യമ്മച്ചിയും അച്ചാച്ചനും അമ്മച്ചിയും എല്ലാം കൂടിയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം അതിനകത്താണ് വളരുന്നത്. അച്ചാച്ചൻ്റെ ഒരു നന്മ എന്ന് പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് ഉണക്ക കപ്പ ഇങ്ങനെയൊക്കെ ശേഖരിക്കും. അപ്പോൾ കൂടുതലായിട്ട് ഒരു 1000 കിലോ 2000 കിലോ ഒക്കെ പത്താഴത്തിനകത്ത് ഇങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. അമ്മച്ചിയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ ഒരു നന്മ എന്ന് പറഞ്ഞാൽ ആര് വന്ന് ചോദിച്ചാലും ഇതിനകത്ത് നിന്ന് എടുത്ത് കൊടുക്കും. ഇപ്പം കച്ചവടം എപ്പോഴും ലാഭത്തിലല്ല പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒത്തിരി ആളുകൾ അമ്മച്ചി അന്വേഷിച്ച് വരുമായിരുന്നു. അത് നല്ലതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആരോടും പൈസ ഇല്ലാതെ അല്ലെങ്കിൽ അവർക്ക് വീട്ടിലെന്തെങ്കിലും ദാരിദ്ര്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അന്ന് നമ്മളൊക്കെ ഇതെങ്ങനെ ഇതെല്ലാം കൂടെ നടന്നു പോകും എന്ന് വിചാരിക്കുമ്പോഴും എല്ലാം ദൈവം തരും എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ നീണ്ട കാലത്തെ പ്രയത്നം എന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ്റെ ആ ഒറ്റ അധ്വാനം കൊണ്ട് 10 മക്കളെയും ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലാക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ അന്വേഷിക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ പരസഹായം തേടി വരുന്ന ആളുകൾ. ഞങ്ങൾ താമസിക്കുന്നത് അന്ന് ഇവിടെ കാനാട്ടുപാറയിൽ താഴെയായിട്ട് നമ്മുടെ മരിയ സദനത്തിന് താഴെയായിട്ടൊരു ജംഗ്ഷനുണ്ട്. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്നെല്ലാം അടുത്തടുത്ത് കൂട്ടമായ വീടുകളും എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ പോകുന്നു. ഞാൻ വാസ്തവത്തിൽ മുരിങ്ങൂർ ലാസ്റ്റ് ഒരു ധ്യാനം കൂടുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ധ്യാനം 18 കൂടി. പക്ഷേ ഈ ധ്യാനങ്ങളിൽ ഓരോന്ന് പറയുന്നത് എല്ലാവരും സംശയത്തോടെ കാണുന്ന രീതിയാണല്ലോ. പനക്കലച്ചൻ അവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഒരാളുടെ അസുഖം മാറി. അപ്പോൾ ഞാൻ അത് നേരാണെന്ന് പോയി നോക്കും. അപ്പോൾ ഈ ധ്യാനം ഒരു ധ്യാന തൊഴിലാളിയായി മാറി. സ്ഥിരം ധ്യാനിക്കുക എന്നുള്ളതാണ് പരിപാടി. ഇവിടെ നിന്ന് പോവുക. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു ഒരു മനുഷ്യൻ്റെ വളഞ്ഞിരിക്കുന്ന കാല് തന്നെ നൂരുന്നത്. അതൊരു തല കൈവച്ചൊരു സഹോദരി പ്രാർത്ഥിക്കുന്നു. ഞാൻ കടന്ന കട്ടിലിന് ഇപ്പുറത്ത് കിടക്കുന്ന ആളുടെ കാല് നൂരുകയാണ്.
ഞാൻ അന്നേരം ദൈവത്തെ കണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ പ്രസൻസ്, ഈശോയുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കുണ്ടായ വികാരം, ഞാൻ വാ വിട്ട് നിലവിളിക്കുന്നു, പേടിച്ചുപോയി, ഭയം തോന്നിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആരാധനയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നെ സ്പർശിക്കണം, എന്നെ തൊടണമേ. എനിക്ക് ശക്തമായിട്ട് ഒരനുഭവം ഉണ്ടായി. ഞാൻ എല്ലാവരോടും പറയും, ദൈവം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. അത് അപാരമായൊരു ശക്തിയാണ് ദൈവം. പക്ഷെ ആ ശക്തിയെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് നമ്മളുടെ വികാരങ്ങളിലൂടെയാണ്. അത് തന്നെ നമ്മുടെ കാലത്തിലെ സുവിശേഷത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൂടെയാണ് നമ്മളത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ക്ഷമിക്കാനായിട്ട് ഭയങ്കരമായിട്ട് സാധിക്കണമെങ്കിൽ അത് അവിടെ ദൈവത്തിൻ്റെ ശക്തിയും പ്രസൻസും ഉണ്ടാകും. സ്നേഹമാണ് ദൈവത്തിൻ്റെ രൂപം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക. ഞാൻ 10,000 കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്നേഹമില്ലാത്ത വീട്ടിൽ, ദൈവം സ്നേഹമാണെങ്കിൽ സ്നേഹമില്ലാത്ത വീട്ടിൽ പിന്നെ ആരാ ഉണ്ടാകുന്നത്? സാത്താനായിരിക്കും. അപ്പോൾ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ സാത്താൻ അവിടെ പ്രസക്തി ഇല്ലാതെ വരും. അപ്പം ആ സ്നേഹത്തിലൂടെ ദൈവത്തെ കാണാനും ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ സ്നേഹത്തിലൂടെ സാധിക്കും. നമുക്ക് നല്ല കാര്യങ്ങൾ, ഏറ്റവും ഭയങ്കരമായ കാര്യം എന്ന് വെച്ചാൽ മരണത്തിൻ്റെ സമയത്ത് നമ്മൾ കേൾക്കുന്ന പാട്ട്, മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മനുഷ്യർ അലസത കൂടാതെ ചെയ്യേണ്ട കാര്യം സൽക്കർമ്മങ്ങളാണ്. ഈ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ ഹൃദയത്തിൽ സ്നേഹം വേണം. അപ്പോൾ ദൈവം മനസ്സിലുണ്ടെങ്കിലേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമുക്കെല്ലാം സാധ്യമാണ്. മനുഷ്യനാൽ അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ സ്നേഹിക്കുമ്പം കർത്താവിൻ്റെ ആ പ്രസൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് ക്ലാസ് മുറിയിലായാലും വീട്ടിലായാലും മരിയസ്ഥാനത്തിലായാലും ഏത് അവസ്ഥയിലായാലും സ്നേഹിക്കുക. എല്ലാവരോടും ആ ഒരു മെസ്സേജാണ് ഞാൻ പറയാറുള്ളത്. സ്നേഹിക്കാൻ വലിയ പ്രയാസമാണ്. ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. എനിക്ക് കുഴപ്പമില്ലാത്തതിനെ ഞാൻ ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് ദോഷം വരുന്നതിനെ സ്നേഹിക്കുന്നതാണ്, ഇഷ്ടപ്പെടുന്നതാണ് ശരിക്കും പറയുന്നത് സ്നേഹമെന്ന് പറഞ്ഞ നിർവചനം. ഈശോ ചെയ്തതാണല്ലോ. സാധാരണ ആളുകളുടെ ജീവിതം പോലെ അല്ല എൻ്റേത്. കാരണം തുടക്കം മുതലേ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവ് നടത്തും, ദൈവസ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക, സ്വർഗരാജ്യം ലക്ഷ്യം, ഇതൊക്കെയാണല്ലോ എൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇതൊരു കാരണവശാലും മുൻപോട്ട് പോവുകയല്ലാത്തൊരു സാഹചര്യം വന്നു. ഏതാണ്ട് 2010 ആയപ്പോഴേക്കും മരിയ സാധനം അടച്ചുപൂട്ടേണ്ട രീതിയിൽ കാര്യങ്ങൾ വന്നു. അത് ശരിക്കും പറഞ്ഞാൽ മാനസികാരോഗ്യ വകുപ്പിൽ നിന്നാണത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കത്ത് കിട്ടി. അപ്പോൾ ഞാനതിനു വേണ്ടി പല കാര്യങ്ങൾ 2003 മുതൽ ഈ രംഗത്ത് മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് എല്ലാവരും കരിസ്മാറ്റിക് ബേസ്ഡാണ് എല്ലാ സ്ഥാപനങ്ങളും. എല്ലാവരും മാത്തപ്പഞ്ചേട്ടനായാലും തോമസ് ചേട്ടനായാലും ടോമി ആയാലും ജോഷി, ഇവരൊക്കെ നടത്തുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്ഥാപനമല്ല ആദ്യം തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് തരണം ചെയ്യാൻ മേലാത്ത അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ 2011 മരിയ സ്ഥാനം അടച്ചു പൂട്ടുക എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ഞാനിവിടെയുള്ള നാട്ടിലുള്ള ആളുകളെ, നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, കെ.മാണി സാർ, PC ജോർജ്, ഡോക്ടർമാർ, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ കുര്യാക്കോസ് പടവൻ, അതുപോലെ ജോർജ് സി കാപ്പൻ, പാലായിൽ ആരൊക്കെയായിട്ട് ബന്ധമുണ്ട് അവരെല്ലാം വിളിച്ചിട്ട് ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ഞാൻ നമ്മുടെ ഡോക്ടർ നോട്ടീസ് അങ്ങ് വായിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാപനം നിൽക്കാൻ പോവാണ്. ഞാൻ ഇറങ്ങി, എന്നാൽ പിന്നെ പാലായിൽ നിന്ന് അങ്ങ് പോയേക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പം അങ്ങനെ
ഇത് പൂട്ടുക എന്നുള്ളൊരു തീരുമാനമെടുത്ത് നിൽക്കുമ്പോൾ നാട് മുഴുവൻ കരഞ്ഞൊരു ദിവസമാണ് അന്ന്. എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് പോകും. മൈക്ക് എടുത്തിട്ട് ചെയർമാനെ സംസാരിക്കാൻ മേലാത്ത അവസ്ഥ, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നിലവിളിക്കുന്നു, അതുപോലെ മനുഷ്യരെല്ലാം തെരുവിലേക്ക് പോകുന്ന ഒരു. പക്ഷെ ദൈവം അവിടെ പ്രവർത്തിച്ചു. കാരണം കർത്താവ് മരുഭൂമിയിൽ വർഷങ്ങളോളം തൻ്റെ ജനത്തെ നയിച്ചതുപോലെ, കടലിൽ പാത ഒരുക്കിയതുപോലെ, ഭയങ്കര ഒരു കടൽ രണ്ടായിട്ട് മാറിയെന്ന് പറഞ്ഞതുപോലെ ഈ സംഭവം പെട്ടെന്ന് അവിടെ തിരിയാണ്. ഇവിടുന്ന് ചെയർമാൻ നേരെ നിയമസഭയിലേക്ക് വിളിക്കുന്നു. അന്നത്തെ നിയമവകുപ്പ് മന്ത്രി കൈമാണി സാറ് പുറത്തിറങ്ങി വന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിളിച്ചു. പെട്ടെന്ന് അവിടെ നിന്നൊരു തീരുമാനമാണ്, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ ലൈസൻസ് ഏർപ്പാടാക്കാനായിട്ട്. സാറ് പറഞ്ഞു, മരിയ സ്ഥാനത്ത് നിന്ന് ഒരാൾ പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കണമല്ലോ. അപ്പോൾ ആ ഒറ്റ വാക്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു. കൃത്യം 1 വർഷം കൊണ്ട് മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾക്ക് രജിസ്ട്രേഷൻ, കേരള രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു റൂള് തന്നെ ഉണ്ടാക്കാനായിട്ട്, അത് ഇവിടെ നിന്നാണ് നടന്നത്. ആ പ്രതിസന്ധി വാസ്തവത്തിൽ അതൊരു ക്രിയേഷനാണെന്ന് വേണം പറയാം. അങ്ങനെ നോട്ടീസും എല്ലാം വന്നു. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ലൈസൻസും അംഗീകാരവും അതുവഴി ലഭിക്കുകയുണ്ടായി. എൻ്റെ ആദ്യത്തെ നാടകത്തിൽ ഒരു ഡയലോഗുണ്ട്, അതായത് അകത്ത് കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ഭ്രാന്തന്മാരാണല്ലോ പുറത്തുള്ളതെന്ന്. അതൊരു ഡയലോഗ് ഒരു പേഷ്യൻ്റ് തന്നെ പറഞ്ഞതാണ് ഇവിടെ. അത് നമ്മൾ അതിൻ്റെ ഡയലോഗ്. ഈ മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഒരു കോമഡി സ്റ്റൈലിലാണ് അവരെ, അല്ലെങ്കിൽ ഒരു അല്പം ഭയത്തോടും അറപ്പോടും വെറുപ്പോടും കൂടിയാണ് വീക്ഷിക്കുന്നത്. മാനസികം വ്യത്യാസം അബ്നോർമൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ, ഇപ്പോൾ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ പോലും നമ്മൾ മരിയ സ്ഥാനത്തിൽ നിന്നാണ് വന്ന മാനസികാരോഗ്യ കേന്ദ്രം എന്നെ കാണുമ്പോൾ തന്നെ പിള്ളേർ ചിരിക്കും. പിന്നെ നമ്മുടെ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ അവർ ചിരി മാറും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് കഥകൾ, കോമഡിയനെ കാണിക്കണമെങ്കിൽ എപ്പോഴും ഒരു മാനസിക രോഗിയെ കാണിച്ച് രസിക്കുന്ന ഒരു ഏർപ്പാടാണ്. പല പടങ്ങളും വിജയിച്ചതിനും കാരണം ഇവരാണ്. അപ്പോൾ അതിനെ ആ രീതി ചിത്രീകരിക്കുന്ന ഒരു സംസ്കാരം, പല ആളുകളെ പൂട്ടിയിടുന്ന, മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യൻ്റെ 2 അവസ്ഥയാണ്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ത്രാസ് പോലെയാണ്. ത്രാസിൻ്റെ ആ സൂചി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയുന്നതനുസരിച്ചിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ. ഡിപ്രഷൻ മൂഡിലുള്ള ആൾക്കാരെന്ന സമയത്ത് ഒന്നിനും കൊള്ളുകയില്ലാത്തവനെ പോലെ ഇരിക്കും. മാനിക് മൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ആ സാഹസികത കാണിക്കുക, അല്ലെങ്കിൽ അസാധാരണമായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകും. ചരിത്രം പരിശോധിച്ചാൽ വലിയ സയൻറ്റിസ്റ്റുകളും വലിയ തിരക്കഥാകൃത്തുകളും സംവിധായകർ പോലും ഈ രംഗത്തൊക്കെയുള്ള പല ആളുകളെയും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരൊക്കെ ശരിക്കും മാനിക് മൂഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അവനും അവൻ്റെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ചെയ്യേണ്ടത്, ഞാനാകുന്നു അവർ. ഇവിടെ ഒരു RMS സ്വാമി എന്ന് പറഞ്ഞ് പാലക്കാരനൊരാളുണ്ടായിരുന്നു. പുള്ളി ഇടയ്ക്ക് വന്നിട്ട് സംസാരിക്കും. വണ്ടി പിടിച്ച് ഇവിടെ വന്നിട്ട് ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് പറയും, ഞാനാകുന്നു അകത്ത് കിടക്കുന്നത്, നിങ്ങളാകുന്നു പുറത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി അന്നേരം പോവും. അപ്പം ഞാനും അത് ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ തന്നെയല്ലേ ഇവർ തന്നെയല്ലേ നമ്മൾ എന്നൊന്ന് ചിന്തിക്കുമ്പം ഈ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ സാമൂഹ്യ അവമതി തന്നെ മാറ്റി മറിക്കാൻ സാധിക്കും. ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വരികയില്ലായിരുന്നു. കാരണം കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയല്ല. പള്ളിയിൽ പോലും വിളിച്ചു പറഞ്ഞിട്ട് അവിടെ പോരുന്നു.
അങ്ങനെയുള്ള സമയം പെട്ടെന്നൊരു 3 മാസം കൊണ്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് 3 മാസത്തെ പ്രവർത്തനം കൊണ്ട് അവർക്ക് മനസ്സിലായതുകൊണ്ട് പള്ളികളിൽ നിന്ന് കുട്ടികളെ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, പിന്നെ അടുത്ത സമീപത്തിലുള്ള ആദ്യം ഒരു സ്കൂളിൽ നിന്ന് വരുന്ന ലേബർ ഇന്ത്യ സ്കൂളിൽ നിന്നാണ് ജോർജ് സാർ കുട്ടികളായിട്ടാണ്. അപ്പോൾ അവരെ കൊണ്ട് ഇവിടെ ഇവരുടെ കാര്യങ്ങൾ ചെയ്യിക്കാനും അവരെ കൊണ്ട് ഇവിടെ വസ്ത്രങ്ങൾ വരെ കഴിച്ചു, ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, കൾച്ചറൽ ആക്ടിവിറ്റി ചെയ്തു. അങ്ങനെ പിന്നീട് ഇങ്ങോട്ടൊരു പ്രവാഹമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം വരെ ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നൊരു 365 ദിവസത്തിൽ 200 ദിവസം ഇവിടെ സ്കൂളുകളിൽ വിസിറ്റുണ്ട്. പോരാത്തതിന് ഞാനും കോളേജിലും സ്കൂളുകളിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ പറയാനും ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനോ അല്ലെങ്കിൽ ഇങ്ങനെ ചാരിറ്റിയെ പറ്റി പറയാനോ ഒക്കെ പോകാറുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം മനസ്സിന് തോന്നുന്നത് കുഞ്ഞുങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് കേൾക്കുന്നതാണ്. അത് കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. അതുപോലെ ഫീൽ ചെയ്താൽ കുട്ടികൾ പോകുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം, അച്ഛനെയും അമ്മയും ഗുരുവിനെയും മാനിക്കാതെ ഒരാൾക്ക് ഒരിക്കലും ഗതി കിട്ടാൻ പോകുന്നില്ല, ഗുരുത്വമില്ലാത്തവരായിട്ട് മാറി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ പല കുട്ടികളും പോകുന്നതിന് മുമ്പ് തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അത് പറയുകയും വർഷങ്ങൾക്ക് ശേഷം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ അത് ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവർ ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം, ഞാൻ ആകാശവാണിയിൽ അൽസൈമേഴ്സ് ഡേക്ക് ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി എന്നെ അറിയുമോ, ഞാൻ മരിയ സ്ഥാനത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർമ്മയിൽ ആളെ കിട്ടി. ആ കുട്ടി ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മുത്തശ്ശിയെ നോക്കും. ഇവിടുത്തെ പുള്ളിയുടെ ഫീഡ്ബാക്ക് അതായിരുന്നു, എൻ്റെ മുത്തശ്ശിക്ക് അൾസൈമേഴ്സാണ്, ഞാൻ മുത്തശ്ശിയെ അന്വേഷിക്കും. അങ്ങനെ ആ പെൺകുട്ടി, ഹെന എന്നാണ് അവളുടെ പേര്, പുള്ളിക്കാരി ആ ഒരു തീരുമാനത്തിൽ പോയി ARDSയിൽ ചേർന്നിട്ട് അൾസൈമേഴ്സിനെ പറ്റി കോഴ്സ് പഠിച്ചിട്ട് മുത്തശ്ശിയെ നോക്കി. അതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ. കോട്ടയത്തൊരു സർജിക്കൽ കടയിൽ കുറേ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മരിയാസാനത്തിൻ്റെ പേരിൽ ബില്ല് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അകത്തുനിന്ന് ഒരു വലിയ മനുഷ്യന് ഇറങ്ങി വന്നു. സന്തോഷങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ വരുൺ ആണ്, എൻ്റെ ബർത്ത്ഡേ നടത്തിയത് മരിയസാനത്തിൽ വെച്ചാണ്, അത് അന്നത്തെ ആ കുഴി പോലത്തെ സ്ഥലത്താണോ ഇപ്പോഴും എന്നൊക്കെ ചോദിച്ചു. ഞാൻ അവനെ പിന്നത്തെ ഓണത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. വരുൺ വന്ന് നല്ലൊരു പ്രസംഗം നടത്തി. വരുണിൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ. വരുൺ പറയുന്ന ആ ഒരു അധ്യാപകൻ എന്നെ ഈ ഒരു സ്ഥാപനത്തിൽ വെച്ച് ഇത് ചെയ്തത് എന്നെ കണ്ടു തെളിഞ്ഞു. എനിക്ക് മനസ്സിന് ഒത്തിരി ഇൻസൈറ്റ് കിട്ടി. ജീവിതത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കാഴ്ചപ്പാട്, അതെല്ലാം ഉണ്ടായതായിട്ട് കുട്ടി പറഞ്ഞു. ഇപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ ഒത്തിരി കുട്ടികളങ്ങനെ ഇന്ന് നടന്ന കാര്യമല്ലല്ലോ, 20 വർഷം കൊണ്ടതിനിടയ്ക്ക് നടന്ന ഗ്യാപ്പിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഒരു റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോഴോ അല്ല എയർപോർട്ടിൽ നിൽക്കുമ്പോഴോ അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് ആൾ ഓടി വന്നിട്ട് എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ ഓർക്കാൻ സാധിക്കില്ല. അത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും പറഞ്ഞ് ഓർപ്പിക്കാനും അവർ ശരിക്കും അവർക്ക് നല്ല ഇൻസ്പിറേഷൻ ഇവിടെ വന്നുകൊണ്ടുണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നാം. നമ്മുടെ കഠിനാധ്വാനം, അതുപോലെ നമുക്ക് അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, നടക്കുമെന്നൊരു. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ഈ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ പൊട്ടിത്താറുന്ന അല്ലെ മറ്റൊരവസ്ഥയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം, അത് ദൈവം തന്നിരിക്കുന്നതാണത്. പിന്നെ നടക്കുമെന്നുള്ള വിശ്വാസം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ജീവിതം സക്സസ് ആകും. കഠിനാധ്വാനം ചെയ്തിട്ട് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ എല്ലാം തീർന്നു. ഇതെല്ലാം 2 ഗിഫ്റ്റുകളാണ് ദൈവം തരുന്നത്, നമുക്ക് 2 ദാനങ്ങളാണ്. മനസ്സിനെ മരിയാസ്ഥാനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ എനിക്കതേ പറയാൻ സാധിക്കുള്ളൂ. നമ്മൾ എത്ര പേരെ പ്രയത്നിച്ചാലും എത്ര ഉന്നതരായാലും എല്ലാം തീരണമെങ്കിൽ ഒരു നിമിഷം മാത്രം മതി. ഇവിടെ വലിയ ഉന്നതമായ നിലവാരങ്ങളിൽ ജീവിച്ചിട്ട്
എല്ലാ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. സെക്കൻഡ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ജീവിതം 100% വിജയമായിരിക്കും, സംശയം വേണ്ട.